ഹാപ്പി ന്യൂ ഇയർ. പുതിയ പ്രതീക്ഷകളുമായി നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പൊതുവേ ഒരു കേക്ക് മതിയാണത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയ പ്രതീക്ഷകളുമായി നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഏതനി ഒരു കേക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഏതൻ്റെ മാമൻ, അതായത് എൻ്റെ അനിയൻ ഒരു കേക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതന് കേക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുൻപേ അവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് വാങ്ങാൻ പറ്റിയത്. കാരണം ഇവന് കുറച്ച് ദിവസമായിട്ട് തണുപ്പെല്ലാം പിടിച്ച് ചെറിയൊരു പനിയിലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി വന്നതാണ്. അപ്പം അതുകൊണ്ട് ന്യൂ ഇയറിന് അന്ന് തന്നെ നമ്മൾ കേക്ക് വാങ്ങാന്ന് കരുതി അങ്ങനെ കേക്കുമായിട്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ ഇനി എന്താ ചെയ്യുമ്പോ നമ്മള് ഓക്കെ നമുക്കെന്നാ മുറിക്കാം. നമ്മൾ കേക്ക് മുറിക്കാൻ നമുക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ഇതിന് കേക്ക് കുടിക്കട്ടെ. ഇതേ ദിദി ബാബ കൊണ്ടുവന്നതാ. അത് എന്താ കേക്ക് നോക്കിയേ? ദിദി ബാബന്റെ പെരുന്നാളില്ലേ? നിധിമാമിന്റെ പെരുന്നാളല്ല, ഏതനി വാങ്ങി തന്നില്ലേ. അന്നപ്പോൾ ഏതൊക്കെ അതാ കത്തി താങ്ക്സ്. ഫോൺ നോക്കിട്ട് അതെന്താ അച്ഛ കൊടുക്കണ്ടേ? അച്ഛ കൊടുത്തു എന്റെ വയലിൽ ഏതൻ പൊതുവേ ഒരു കേക്ക് മതിയാണത്. അപ്പോൾ ഏടെ കേക്ക് കിട്ടിയാലോ ഓന് ആദ്യം പോയി നിന്നിട്ട് ആകെ കുറേ 2-3 പീസ് വാങ്ങിക്കും, എന്നിട്ട് തിന്നും, പിന്നെയും കാണിക്കും. അപ്പോൾ അതുകൊണ്ട് കേക്ക് വാങ്ങിയാടോ കേക്ക് കണ്ടപാടേ ഓൻ തുടങ്ങിന് അമ്മയെ വീട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കുക അവന് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ കേക്ക് മേടിച്ച് വന്ന് എത്തിയ പാടും കേക്ക് മുറിക്കലാണ്. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ച് ഇതൻ കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ കേക്ക് നമ്മളിപ്പോൾ പറഞ്ഞു കേക്ക് ഭയങ്കര കൊതിയാണ്. അതുകൊണ്ട് തന്നെ കേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും കഴിക്കാൻ പാടും. അതുകൊണ്ട് വളരെ അപൂർവമാണ് കേക്ക് വാങ്ങൽ. ഇങ്ങനെ ഇടുന്നെങ്കിലും ഉള്ള ചെറിയ പീസ് മാത്രമേ അവന് കഴിക്കാൻ കൊടുക്കലുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ആങ്ങളെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങി. പക്ഷെ ഇതിപ്പം നല്ല തണുപ്പ് കുറവാണ്, തണുപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഭാഗ്യം നമ്മളെ വരുമാനമാണ്, നമ്മളെ തേജസ്സാണ് ഉണ്ടായത്. തേജസ് ഇന്ന് രാവിലെ ഇവിടെ വന്ന് യാദൃശ്യമായിട്ട് ഓനും ഒരു കേക്ക് കൊതിയനാണ്. ഓന് കുറേ കൊതിയുണ്ട്. അപ്പോൾ ഓനിടെ ആദ്യം വെറുതെ വന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മളെ കേക്ക് വാങ്ങി.